ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശും പ്രീതിയും ആറാം തമ്പുരാനിലെ ആ ഡയലോഗൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ അവസാനം ഓഡിയോ അങ്ങ് നിന്ന് പോവാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശ് അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ കുറച്ചു നേരം ആ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ഓഡിയൻസൊക്കെ കൂകി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പ്രീതിയും അങ്ങ് പോവാണ്. അതിനുശേഷം വേറൊരു പെൺകുട്ടി പാട്ട് പാടാണ്. ഉലകിൻ നാഥനെ എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ് ഇല്ലേ, ആ പാട്ടിലാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട ആ അശ്വിൻ്റെയും ശ്രുതിയുടെയും ഒക്കെ സീൻ വരുന്നത്. ശ്രുതി ഇങ്ങനെ കമ്മലിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ അങ്ങ് ചെല്ലാണ്. എന്നിട്ട് അശ്വിൻ ആ കമ്മൽ വാങ്ങിയിട്ട് ശ്രുതിക്ക് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സീനാണ് ആ പാട്ടിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണ് കേട്ടോ ശ്രുതിയും അശ്വിനും ആ റൊമാൻറ്റിക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി അശ്വിനും ശ്രുതിയും നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി മുത്തശ്ശി? അതെ, ഒരബദ്ധം പറ്റി മോളെ. ഞാൻ ദേവദാസനോട് പറഞ്ഞ ഡ്രസ്സല്ല കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? അയ്യോ, ഇനി എന്തു ചെയ്യും മുത്തശ്ശി? എന്തു ചെയ്യാൻ? അയാൾ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കേൾക്കുന്ന അശ്വിൻ, വിഷമിക്കേണ്ട മുത്തശ്ശി, കാറിന്റെ കീ ഇങ്ങ് തന്നേക്ക്, ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഉള്ള ഡ്രസ്സ് കൊണ്ട് നമുക്ക് കളിക്കാം. അതെങ്ങനെയാ മുത്തശ്ശി? നീ ഇപ്പൊ സുന്ദരിയായി നിൽക്കുമല്ലേ, നീ ചന്ദ്രികയായിക്കോ, ഞാൻ രമണനാവാ. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് ശരിയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം എന്ന് ശ്രുതി പറയാണേ. അപ്പോഴും നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ആ കാറിന്റെ കീ നീ ഒന്നും മിണ്ടാതെ നിൽക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് നമ്മുടെ മനോരമ കൃഷ്ണവേഷമൊക്കെ കെട്ടിയിട്ട് പ്രീതിയുടെ അടുത്തേക്ക് വരുവാ. ഡോട്ടർ ഇൻ ലോ, ഹൗ ഈസ് ഇറ്റ്? ആ കിരീടം കൂടി വെച്ചാൽ ഓക്കെ ആവില്ലേ എന്ന് ചോദിച്ചതും പ്രീതി പറയുന്നുണ്ട്, അസലായിട്ടുണ്ട് ആൻറ്റി. ആൻറ്റിയെ കൃഷ്ണവേഷത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈസ് ഇറ്റ്? അല്ലെങ്കിൽ എന്നെ അറിയുന്ന എല്ലാവരും പറയും എനിക്കൊരു ദൈവീക ചായ ഉണ്ടെന്ന്. ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്ഥിരമായിട്ട് ദൈവത്തിന്റെ വേഷം ഞാനായിരുന്നു അണിയല് എന്നിങ്ങനെ പറയാട്ടോ. ഇതൊന്നും ശരിയായിട്ടില്ല, ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒരുങ്ങട്ടെ, ഞാൻ അവിടെ ഉണ്ടാകുവേ എന്ന് പറഞ്ഞ് മനോരമ അങ്ങ് പോകുമ്പോൾ പ്രീതിയുടെ അരികിലേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങൾ മനോരമ മേഡത്തിന്റെ മരുമകളല്ലേ? അതേലോ, എന്താ നിങ്ങൾ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. എന്തു പറ്റി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്നിങ്ങ് വരാവോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ എന്ന് ചോദിച്ച് പ്രീതി കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് തിരികെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോരമയാണെങ്കിൽ പ്രീതിയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെ, ഡോക്ടർ ഇൻ ലോ ഡയലോഗൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സ്റ്റേജിൽ കയറി തെറ്റിക്കാൻ നിൽക്കരുത്. ആർ യു കോൺഫിഡന്റ് എന്ന് ചോദിച്ചതും പ്രീതി ഒന്നും മിണ്ടാതെ നിൽക്കണേ. എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഡയലോഗ് വല്ലതും മറന്നോ? അതല്ല ആന്റി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, ആദ്യം ഇവിടെ വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് മതി നിന്റെ പറച്ചിലും ചോദ്യമൊക്കെ. ഞാൻ നിന്നോട് വെണ്ണ ചോദിക്കും, നീ കരഞ്ഞു പറയുന്ന ആ ഡയലോഗ് നീ മറക്കരുത് കേട്ടോ. അടുത്തായിട്ട് നമ്മുടേതാണെന്ന് തോന്നുന്നു. അതെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ അതെ, നീ എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേ. ഓൾ ദി ബെസ്റ്റ് ആന്റി. നിനക്ക് ഓൾ ദി ബെസ്റ്റ് വേണോ? ആ എന്ന് പറയുമ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞ് സ്റ്റേജിൽ കയറാണ് കേട്ടോ മനോരമ. അങ്ങനെ ഒരു കൃഷ്ണന്റെ പാട്ടിട്ടിട്ട് മനോരമ സ്റ്റേജിൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സമയത്ത് രാധേ നീ ഇത് എവിടെയാ? എൻ്റെ പുല്ലാങ്കുഴൽ നാദം കേട്ടാൽ എവിടെയാണെങ്കിലും നീ എൻ്റെ അരികിൽ വരുമല്ലോ എന്ന് പറയുമ്പോൾ പ്രീതി സ്റ്റേജിൽ കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ. അപ്പം നല്ല സൗണ്ടൊക്കെ മാറിയിട്ട് മനോരമ രാധേ എന്നാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല പ്രീതി കയറേണ്ട സമയമാണല്ലോ, ഇവളിതെവിടെ പോയി? അപ്പോഴേക്കും ശ്രുതി, അതെ മുത്തശ്ശി, ഞാനൊന്ന് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ആ സമയത്ത് നമ്മുടെ മനോരമയാണെങ്കിൽ, എൻ്റെ മൈ ഗോഡ്, ഇവളിത് എന്തെടുക്കോ? അതെ, എൻ്റെ പുല്ലാങ്കുഴൽ വിളി രാധ കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും കൂടി വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ ഓടോക്കുഴലെടുത്ത് ഊതാട്ടോ. അപ്പോഴും പ്രീതി വരുന്നില്ല. ആ സമയത്ത് വീണ്ടും പറയുന്നുണ്ട്, ചിലപ്പോൾ രാധ ഞാൻ സ്ലോയിൽ വിളിച്ചതുകൊണ്ട് കേൾക്കാത്തതായിരിക്കും, ഒന്ന് ലൗഡിൽ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ്. അപ്പോഴും നമ്മുടെ പ്രീതി കയറുന്നില്ലേ. കുറച്ചു നേരം സ്റ്റേജിലൊക്കെ നിന്നിട്ട് മനോരമ പറയും, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നങ്ങ് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. അതേ സമയം നമ്മുടെ ശ്രുതി പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്.
എന്താ ചേച്ചി, എന്തു പറ്റി? അത് പിന്നെ ശ്രുതി, എനിക്കൊരു ഒരു കാര്യമില്ല, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലേക്ക് ഉന്തിത്തള്ളി വിടുകയാണ് കേട്ടോ. പ്രീതി സ്റ്റേജിലെത്തുമ്പോഴേക്കും മനോരമയും ഓടി വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഓടക്കുഴൽ വിളിയാണേ. രാധേ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിനക്ക് വേണ്ടി ഞാൻ എത്ര തവണ പുല്ലാങ്കുഴൽ വായിച്ചു. നിനക്ക് ജലദോഷം വന്നിട്ട് കാതുകൾ അടഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കും എന്റെ പുല്ലാങ്കുഴൽ വിളി കേൾക്കാഞ്ഞത്. രാധേ, നിന്നോട് ഞാൻ ഒരു സങ്കടപ്പെട്ട കാര്യം പറയാൻ പോവാണ്. അതിനു മുൻപേ എനിക്ക് നിന്റെ കുടത്തിലെ വെണ്ണ പകർന്നു തന്നാലും എന്ന് പറയുമ്പോൾ പ്രീതി ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ചിരിച്ചു നിൽക്കാട്ടോ. പകർന്നു തരൂ രാധേ, താ വെണ്ണ താ എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ടും നമ്മുടെ പ്രീതി ചിരിച്ചു നിൽക്കാന്നല്ലാതെ വെണ്ണ കൊടുക്കുന്നില്ല കേട്ടോ. ദേ ഓഡിയൻസ് നോക്കി നിൽക്കുക, മര്യാദയ്ക്ക് തരാനാ പറഞ്ഞത്. അപ്പോഴും പ്രീതി അതേ പോസിൽ നിൽക്കാണ്. നീ തരുന്നതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുന്നില്ല. അപ്പോൾ കാലിനൊരു ചവിട്ട് കൊടുക്കും. നോ യൂസ്, വെണ്ണ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തി ഉന്തി കളിക്കും. ആ സമയത്ത് നമ്മുടെ പ്രീതിയുടെ കയ്യിൽ നിന്ന് ആ കുടം താഴോട്ട് വീഴാണേ. അപ്പോൾ തന്നെ നമ്മുടെ മനോരമയും കൂടെ ചാടുന്നുണ്ട്. അയ്യോ, വെണ്ണ മുഴുവൻ താഴെ പോയല്ലോ എന്ന് പറഞ്ഞ് മനോരമ നോക്കുന്ന സമയത്ത് അതിൽ വെണ്ണയൊന്നും ഇല്ല കേട്ടോ. നീ ഇതിൽ വെണ്ണ നിറച്ചില്ലായിരുന്നോ? അപ്പോഴും നമ്മുടെ പ്രീതി ചിരിച്ചോണ്ടേ നിൽക്കണേ. എന്ത് നോക്കി നിൽക്കുക നീ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, ഇപ്പൊ സമാധാനായില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ട്ടാ, നീ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞ് കരഞ്ഞിട്ടാണ് കേട്ടോ മനോരമ പോകുന്നത്. അതോടൊപ്പം ആളുകളൊക്കെ ഇങ്ങനെ കൂകി വിളിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രീതിയും പുറത്തു നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആകാശ് ചെന്നിട്ട്, പ്രീതി നീ ഇങ്ങനെ കരയാതെടോ, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അമ്മ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കാറുണ്ട്, തോൽക്കാറുണ്ട്, അതൊക്കെ അമ്മയ്ക്ക് സർവ്വസാധാരണം എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് ആ തെറ്റ്, എനിക്ക് ഡയലോഗ് പറയണണ്ട എന്നുണ്ടായിരുന്നു, പക്ഷെ ആൻറ്റി ഇങ്ങനെ ചൂടായപ്പോൾ എന്ന് പറഞ്ഞ് കരയാണേ. അപ്പോൾ ആകാശ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ മനോരമയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയെ അവിടെ കാണുന്നില്ല. ശ്രുതി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, കാരണം അവരുടെ പെർഫോമൻസ് അടുത്തതാണ്. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, മുത്തശ്ശിയെ നോക്കിയതാ എന്ന് പറയുമ്പോൾ അടുത്ത പെർഫോമൻസ് നിങ്ങളുടേതാണ്, അപ്പോൾ ഇപ്പൊ തന്നെ മാറ്റാൻ തുടങ്ങിക്കോളൂ എന്ന് പറയണേ. അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.